ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചും യൂട്യൂബിലും വാട്സപ്പിലും ചോദിച്ച ഒരു റീഡിംഗ് ആണിത്. ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഭാവി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളൊരു റീഡിങ് ചെയ്യാമോ എന്നുള്ളൊരു റീഡിങ്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഭാവി ജീവിത പങ്കാളിയുടെ സ്വഭാവം, ക്യാരക്ടർ, സിറ്റുവേഷൻസ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ മാരേജ് ചെയ്ത വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ചെയ്യാനിരിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്ന വ്യക്തികളായിരിക്കാം. ബട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ഡെസ്റ്റിനി എന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ ലൈഫിൽ സെയിം പേഴ്സൺ, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവർക്കും ഒരു സെയിം പേഴ്സൺ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടി അവർ വരും. ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിലോട്ട് എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ ഒരു വ്യക്തി വരും. അത് സ്വാഭാവികമാണ്. അപ്പം ആ ഒരു വ്യക്തി ആരാണ്, എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരു ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന 1ാമത്തെ ഫയൽ, അതായത് ഇതാണ്, ഈ ഒരു ഫയലാണ് 1ാമത്തെ ഫയൽ. ഇതാണ് ഫസ്റ്റ് ഫയൽ, ഇതാണ് സെക്കൻഡ് ഫയൽ. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചാൽ ഇത് റുബിക്സ് ക്യൂബ്. അപ്പം ഇതാണ് സെക്കൻഡ് ഫയൽ, ഇതാണ് 1ാമത്തെ ഫയൽ. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്കിതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നൊരു ഫയൽ സെലക്ട് ചെയ്യാം. ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ റീഡിങ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാർ, അതായത് ഈ ഒരു ഫയലാണ് 1ാമത്തെ ഫയൽ, ഈ ഒരു ഫയൽ. അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ഫയൽ, നമ്പർ ഫസ്റ്റ് എന്താണ്, ഏതാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഒരുപാട് പേരെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ മെയിൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ആണ് 1ാമത്തെ കാര്യം. 2ാമത്തത് എന്ന് പറയുന്നത് ഒരു അമാനുഷിക പവർ അല്ലെങ്കിൽ ഒരു ഓറ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഓറ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈവൻ ആ വ്യക്തിയുടെ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മേ ബി ആ വ്യക്തി ബ്ലാക്കോ വൈറ്റോ കളറോ, അല്ലെങ്കിൽ എന്താ പറയുക, ആ വ്യക്തിയുടെ ആകാര വടിവോ ആയിരിക്കത്തില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതലും അട്രാക്റ്റഡ് ആവുന്നത്. ആ വ്യക്തിയിൽ ഉണ്ടാവുന്ന ഒരു ഐശ്വര്യം, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടാവുന്നൊരു ചൈതന്യം, ആ വ്യക്തിയുടെ ചിരിക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ വാല്യൂ കൊടുക്കും. ക്യാരക്ടർ ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ ഒരുപാട് ലിസൺ ചെയ്യും. നിങ്ങളെ കേട്ടിരിക്കാൻ ഈ വ്യക്തി ഒരുപാട് താല്പര്യപ്പെടും. നിങ്ങളടുത്ത് ഈ വ്യക്തി പെരുമാറുന്നത് മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമേ വേറൊന്ന് പെരുമാറുന്ന രീതി ആയിരിക്കത്തില്ല. ജെനുവിനായിട്ട് നിങ്ങളെ കൂടുതലും ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനത്തെ പാർട്ട്ണറെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു ലവ് നിങ്ങളുടെ ലൈഫിൽ തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളടുത്ത് പെരുമാറിയ രീതി, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത്, നിങ്ങൾ അത് മാത്രമായിരിക്കണം അല്ലെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. മേ ബി ഇത് നിങ്ങളെ കൊളീഗ്സ് ആയിട്ട് വരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് എന്ന് വെച്ച് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ബട്ട് ഈ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങളും അല്ലെങ്കിൽ കുറേയധികം നെഗറ്റീവ്സും കാര്യങ്ങളും പലരും പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളടുത്ത് ഈ വ്യക്തി എങ്ങനെയാണോ നിൽക്കുന്നത് അത് മാത്രമാണ് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. നിങ്ങളെ കൂടുതലും അട്രാക്റ്റഡ് ആക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ കോരിത്തരിപ്പിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ആക്കുവാനും
അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളെ കുറേയധികം കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ഈ വ്യക്തി ഒരു മെൻറ്റർ എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും അട്രാക്റ്റഡ് ആവും. ഈ വ്യക്തി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വായിൽ നിന്നും എന്ത് വീണ് കഴിഞ്ഞാലും നിങ്ങൾ അത് എന്താ പറയുക, ഭയങ്കരമായിട്ടും ട്രസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ വ്യക്തി പറയുന്നത് ട്രസ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നൊരു വ്യക്തിയായിട്ട് മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഡിപ്പെൻഡഡ് ആവും ചില സമയത്ത്, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഡിപ്പെൻഡഡ് ആവുന്ന വ്യക്തികളായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വേണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡഡ് ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി വരുന്നതോടുകൂടി മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് എ ഡിവൈൻ. നിങ്ങൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് കിനാവ് കണ്ട ആ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഒരു ഏഞ്ചൽ പോലെ ആ ഒരു എനർജിയുമായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ആവുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചെറുപ്പത്തിലെ, അല്ലെങ്കിൽ നമ്മളൊരു ഫിലിമിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണർ ഉണ്ടായിരിക്കും. ഇന്ന ക്വാളിറ്റീസ് വേണം, ഇന്ന സിറ്റുവേഷൻസ് വേണം ഞാൻ ആഗ്രഹിക്കുമ്പോൾ. പക്ഷേ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പോലും അറിയാതെ അതങ്ങ് മാനിഫെസ്റ്റേഷൻ ആയി എന്ന് നിങ്ങൾ കൂട്ടിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലത്തുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നത്. ഏതോ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു വ്യക്തിയെ കണ്ട് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ്, അതേപോലത്തുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ വന്നു പോകുന്നുണ്ട്. ബട്ട് ആ വ്യക്തി വന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളും മാറി നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വേണം എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു സമയത്ത് ആഗ്രഹിച്ച വ്യക്തി തന്നെയാണ് ആ ഒരു എനർജിയുമായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് പ്രത്യക്ഷപ്പെടുന്നത്, ഏതൊരു സിറ്റുവേഷനിലായാലും ഏതൊരു സമയത്തായാലും. അപ്പം എന്താ പറയുക, ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്പിരിച്വൽ ജേണിയിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ സഹായിക്കാനും പറ്റുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മേ ബി നിങ്ങളെക്കാളും ഏജ് കുറവായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിം ഏജ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ വന്ന് പഠിപ്പിച്ച് ട്രാൻസ്ഫർമേഷൻ ആക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകാനും ഒരു ചാൻസ് ഉണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് സോൾ കോൺട്രാക്റ്റ് ഒപ്പിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം ഈ വ്യക്തി മൂലം മാറണം എന്നുള്ളത് വിധിക്കപ്പെട്ടത് മാത്രമല്ല, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇത് ഏതോ ജന്മത്തെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് കൂടെ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏതോ ഒരു ലൈഫിൽ, അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത സിറ്റുവേഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ജന്മം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കർമ്മകളും കാര്യങ്ങളും നിങ്ങൾ അറിയാണ്ട് ചെയ്ത് കാണും. പക്ഷേ ഡിവൈനായിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടും ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടും, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണിയിൽ വ്യക്തമായിട്ട് പോകേണ്ട വ്യക്തികളായതുകൊണ്ടും, ആരെയും ഉപദ്രവിക്കാണ്ട് സ്വന്തം കാര്യം നോക്കി പോകുന്നതായതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ തന്നെ ഇതൊക്കെ മാറിക്കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജന്മത്തിൽ തന്നെ ഇതെല്ലാം അനുഭവിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇതെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടിത്തീരുന്നതിന് ശേഷം നിങ്ങളെ മാറ്റിയെടുക്കണം, നിങ്ങളെ അവേക്കനിങ് ആൻഡ് ട്രാൻസ്ഫർമേഷൻ ആക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതെല്ലാം ആ ഒരു ടൈം പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക, അരിച്ചരിച്ച് അവസാനത്തെ ആ ഒരു തരിമ്പിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ജെന്യുവൻ, അല്ലെങ്കിൽ ഈ വ്യക്തി എന്താണെന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏഞ്ചലിനെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സോളിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്ന് വരെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ നെഗറ്റീവ്സും കാര്യങ്ങളും സിറ്റുവേഷൻസും പ്രോബ്ലംസും എല്ലാം ആയിരിക്കണം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയെ നമ്മൾക്ക് കാണണം എന്ന്, അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ ഓറ, അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ സോളിനെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഹൈ എനർജിയിലോട്ട് പോവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ. പക്ഷേ ഫിസിക്കൽ അട്രാക്ഷനിലും ആ രീതിക്കുള്ള അത് ആ ഒരു ടൈമിൽ മാത്രമേ നടത്തുള്ളൂ. പക്ഷേ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിൽ എത്തി നിന്ന് നമുക്ക് ആ വ്യക്തിയെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ദൈവതുല്യന്മാരെ പോലെ കാണുമെന്നാണ് കാണുന്നത്. സൂപ്പർ പവറൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഡിവൈൻ പവറുള്ള ആൾക്കാരാണ്. അതായത് എന്താ പറയുക, ഈ മദർ തെരേസ, APJ അബ്ദുൽ കലാം, അങ്ങനെയൊക്കെ പോലത്തുള്ള ഹൈ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ഒരുപാട് ഡിവൈൻസ് അതുപോലത്തുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇങ്ങനത്തുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും.
ജീവിത പങ്കാളിയായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി. കാരണം അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുക. ഇത് എന്ന് പറയുന്നത് ഇപ്പം നോർമലി ഉള്ള വ്യക്തികളായിരിക്കണം ആ വ്യക്തിയുടെ ശരീരത്ത് ഈ എനർജി അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് നോർമലി ഉള്ള വ്യക്തിയാണ് ആ വ്യക്തിയെ ട്രാൻസ്ഫർമേഷൻ ആക്കിയിട്ട് ആ വ്യക്തിയുടെ ശരീരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള എനർജി കയറ്റിയതിന് ശേഷം നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു വിടും ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും നടക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കർമ്മയും തീരും, നിങ്ങൾ ഡിവൈനിലോട്ട് കയറുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം കൂടുതലധികം ആൾക്കാർക്ക് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ ചേഞ്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തിയാണ്. ഈ ചില ആൾക്കാരുടെ ചില സമയത്ത് പറയുന്നതൊക്കെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവൻ റെഡിയാവും, അല്ലെങ്കിൽ അവളെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ച് അവൻ റെഡിയാവും. കാരണം എന്ന് പറയുന്നത് ഇതാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ആ കല്യാണം കഴിച്ചുകൊണ്ട് അവൻ മാറി, അല്ലെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് അവൾ മാറി, അത് ഡെസ്റ്റിനി. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കുള്ള കുറവുകളും കാര്യങ്ങളും എല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൂടുതലായിരിക്കും. ഞാനൊരു ഇൻട്രോവേർട്ടാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു എക്സ്ട്രോവേർട്ടായിരിക്കണം. ഞാൻ ബുദ്ധിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ബുദ്ധിയുള്ളതായിരിക്കണം. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ ഡിസിഷൻ എടുക്കണം. അങ്ങനെയാണ് ഒരുപാട് ചരിത്രം കുറിച്ചുള്ള പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ മുന്നേറിയിട്ടുള്ളത്. കരിയർ റിലേറ്റഡ് ആയിട്ടായാലും ജീവിതത്തിലായാലും സക്സസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരെല്ലാവരും അങ്ങനത്തെ ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വരും. അല്ലെങ്കിൽ ഫസ്റ്റ് പേയിൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ലൈഫിൽ വരുന്ന വ്യക്തികൾ എന്താണ്, ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾക്കൊരു പിടി തരത്തില്ല. എന്ന് പറയുന്നത് ഇങ്ങനെയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. എന്താ പറയുക, ഈ ഡിവൈൻസിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഡിവൈൻസ് എപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഒരു പിടി തരത്തില്ല, ഒന്നും മനസ്സിലാക്കി തരത്തില്ല, ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞു തരത്തില്ല. പക്ഷേ നിങ്ങളവിടെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലാണ് അവർ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ചേഞ്ചസ് തരുന്നുണ്ട്. നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു മണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഓറ എന്ന് പറയുന്നത് പവർഫുള്ളായിട്ടുള്ളൊരു ഓറയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റ്യൂഷനായിട്ട് കാണാൻ പറ്റും. വ്യത്യസ്ത രീതിയിലുള്ള ഡ്രസ്സിങ് രീതിയായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. അതായത് ആ വ്യക്തിക്കൊരു ഡ്രസ്സിങ് സ്റ്റൈലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്കൊരു എന്താ പറയുക, ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് കറുപ്പ് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് ബ്ലൂ ആയിരിക്കണം ഇഷ്ടം. അപ്പം ആ ഒരു സെൻസ് അല്ലെങ്കിൽ ഡ്രസ്സിങ് സെൻസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഇപ്പം ഇന്നത്തെ സമയത്ത് നമുക്ക് അറിയാം ഒരുപാട് പേര് ഫാഷൻ സ്റ്റൈലായിട്ട് ഇപ്പം നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്താണോ അതിന് വേറെ ആർക്കും ആരെന്ത് പറഞ്ഞാലും ഈ വ്യക്തിയുടെ ജെനുവിനായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പോസിറ്റിവിറ്റിയിൽ മാത്രം പോകുന്നൊരു വ്യക്തിയായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളെ കേട്ടിരിക്കുന്നുണ്ട് ഈ വ്യക്തി ഒരുപാട്, നിങ്ങളെ നിങ്ങൾ ഒബ്സർവേഷൻ ചെയ്യും ഈ വ്യക്തി. നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ വ്യക്തിക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ചോദിക്കുകയാണ്, പിന്നീടാണ് ഈ വ്യക്തി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം ഈ വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ നെഗറ്റീവും നിങ്ങളുടെ ഇല്ലായ്മകളും നിങ്ങളുടെ നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും. അതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് എ ഏഞ്ചൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഏഞ്ചൽ എന്ന് പറയുന്നത് മാലാഖ, അത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് മേജർലി ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോക്കസിനെ തിരിച്ചു വിടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോക്കസിനെ തിരിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വന്ന് കാണും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് തരുന്ന വ്യക്തികൾ വന്ന് കാണും. നിങ്ങൾക്ക് പോസിറ്റീവ് എന്താണ്, നിങ്ങൾ എന്തിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായി കാണും. വെറുതെ നിങ്ങളുടെ ലൈഫിൽ
ചില ഇൻസിഡൻറ്റും ചില സിറ്റുവേഷൻസും ചില പണമിടപാടുകളും അല്ലെങ്കിൽ ചില ആൾക്കാരും വന്നിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അവരൊക്കെ പോകാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങളൊരിക്കലും പോകരുത്, നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരിക്കലും വിട്ടുമാറരുത് എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ഹെൽപ്പിന് വിളിച്ചു കഴിഞ്ഞാലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും ഈ വ്യക്തിയെ. എപ്പോഴും നിങ്ങളെ കണക്ടിവിറ്റിയിലുണ്ടാവും. അതായത് നിങ്ങൾക്കറിയാം ഈ വ്യക്തി അത്രയും പവറിൽ നിൽക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രയും പോസിബിൾ ആണ്, നിങ്ങൾക്ക് ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് ഒരാൾ നിങ്ങളുടെ കൂടെ പിൻബലമായിട്ട് ബാക്ക് ബോൺ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് അതിനേക്കാളും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഒരാളുണ്ട് എന്ന് കൂട്ടിക്കും. നിങ്ങളുടെ എന്ത് പ്രശ്നത്തിന്, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ കാണിച്ചാലും, നിങ്ങൾ എത്ര ഡൗൺ ഫീലർ നിൽക്കുന്ന സിറ്റുവേഷനിലായാലും, നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു സപ്പോർട്ടിനായിട്ട് ആരവിടെ നിന്നില്ലെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക്, ആ ഒരു ഫോക്കസ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങളുടെ ഫോക്കസ് ഉടനെ പോകുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്കും. ഇത് ചില ആൾക്കാരെ സംബന്ധിച്ച്, ഇങ്ങനെ വരുന്ന ചില ആൾക്കാരെന്ന് പറയുന്നത്, ചില ആൾക്കാരെ സംബന്ധിച്ച് അത് നിങ്ങളുടെ അമ്മയായിരിക്കും, നിങ്ങളുടെ അച്ഛനായിരിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു പ്രായം വരെ നിങ്ങളുടെ അച്ഛൻ അമ്മയായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളെ എല്ലാ രീതിക്കും ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഈ സിറ്റുവേഷൻ മാറി നിങ്ങളുടെ അച്ഛനും അമ്മയും ഈ എനർജി അല്ലെങ്കിൽ ഈ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഈ ഒരു ആയുധം നിങ്ങളുടെ ഹസ്ബൻഡിലോട്ട് കൊടുക്കും. അതാണ് ഒരു മാരേജ് എന്ന് പറയുന്നത്. ആ ഒരു മാരേജ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ അമ്മ നിങ്ങളെ എത്രത്തോളം കെയർ ചെയ്യുന്നു ആ എനർജി എല്ലാം ആ ഒരു വ്യക്തിയിലോട്ട് പോകും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നതൊക്കെ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മെയിൻലി നടക്കുന്ന സിറ്റുവേഷൻ അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് ആവുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയിൽ നിങ്ങൾ ആകൃഷ്ടനാവും. അതായത് അത്രത്തോളം നിങ്ങൾ മതിമറന്ന് ആ വ്യക്തിയിലോട്ട് എല്ലാം നിങ്ങൾ കൊടുക്കും. പക്ഷേ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവൻ 2 കാസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ചേർന്നു എന്ന് തന്നെ പലരും ചോദിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കളറിന് ആ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ചേഞ്ച് ആവുന്നുണ്ട്, ഫോക്കസ് മാറി പോകുന്നൊരു സിറ്റുവേഷൻ. രണ്ട് ഫോക്കസിൽ പോകുന്ന ആൾക്കാരാണ്. ബട്ട് രണ്ടുപേരും ഒരുമിക്കണം എന്നുള്ളത് വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടൊരു സിറ്റുവേഷൻ കടന്നു വരുന്നതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വരുന്നൊരു സൈന് എന്ന് പറയുന്നത്, സൈൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മാറി നിൽക്കും. ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരത്തുള്ളൂ. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകും, നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള സിറ്റുവേഷൻസ് മാറും, നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആവും, എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആവും. ഇങ്ങനെ ഈ ഇഷ്യൂസ് നിൽക്കുന്ന സമയത്തായിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി നിൽക്കുന്ന സമയത്തായിരിക്കണം ഈ വ്യക്തിയുടെ എൻട്രി. അപ്പം നിങ്ങൾ ചോദിക്കുക എപ്പോഴാണ് ആ വ്യക്തി കടന്നു വരുന്നത്? നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തായിരിക്കണം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നത്. അത് പല ആൾക്കാരും മൂലം നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങൾക്കൊരു പെയിൻ കിട്ടി, ആ ഒരു പെയിൻ എന്താണോ ആ പെയിൻ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈവൻ റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ച സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലത്തുള്ളൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല, നിങ്ങൾ വിചാരിച്ച പോലത്തുള്ളൊരു മാനസികപരമായിട്ടുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി മൂലം വരുന്നുണ്ട്. നിങ്ങളുടെ ഫോക്കസേ മാറും എന്ന് പറയുന്നത് നിങ്ങളെ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവിടെ നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറും. അത്രയും നാൾ നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ട് നിന്ന വ്യക്തികൾ, നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ ആൾക്കാർ, ഇതൊക്കെ നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങും. അപ്പം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കും, ഇതെങ്ങനെ ഇത്രയും ചേഞ്ച് ആയത്, ഈ വ്യക്തി എങ്ങനെ ഇത്രയും മാറ്റം വന്നു? അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഓപ്പോസിറ്റ് അങ്ങോട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാറാണ്ടിരിക്കും. നിങ്ങൾ മാറും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ ഗ്ലോ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഫിസിക്ക്, നിങ്ങളുടെ എല്ലാം മാറും. ഓക്കെ, അപ്പം അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. യെസ്, ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച്
നിങ്ങൾ ഒരുപാട് തേർഡ് പാർട്ടി ഇഷ്യൂസിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഈ വ്യക്തി വരുന്നതോടുകൂടി നിങ്ങൾക്കൊരു യുദ്ധക്കളം തന്നെ അവിടെ ഉരുവാവും. അതായത് പിന്നെ അങ്ങോട്ട് കാർമിക്കും പ്രശ്നങ്ങളും പിന്നെ അങ്ങോട്ട് ഫുൾ സീനാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കത്തില്ല അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഞാൻ തുറന്നു പറയുന്നൊരു റീഡറാണ്. അപ്പം ഞാനിത് തുറന്നു തന്നെ പറയും. ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഇഷ്യൂസ് വരും. സത്യം പറഞ്ഞു, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് വരും. അതിന് മുന്നേ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ ഈ വ്യക്തി കടന്നു വരുമ്പോഴും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഈ ഇഷ്യൂസ് എന്ന് പറയാൻ നിങ്ങൾ തരണം ചെയ്ത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പണി തീർക്കും ആ വ്യക്തി വന്നിട്ട്. കാരണം ഇവൻ നിങ്ങളെക്കൊണ്ട് ഒന്നും പറ്റാത്ത വ്യക്തികളാണ്. ഇവൻ നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഇൻട്രോവേർട്ടാണ്. നിങ്ങളുടെ ഇൻട്രോവേർട്ടും സിറ്റുവേഷൻസ് ഒക്കെ മാറി ഈ വ്യക്തി ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് അയാൾ അങ്ങ് പൊക്കളയും. അവസാനം നിങ്ങൾ അവിടെ നിന്ന് തരണം ചെയ്ത് കയറേണ്ടി വരും. അതായത് നിങ്ങളൊരു ഈ റുബിക്സ് ക്യൂബ് നിങ്ങൾക്ക് ഈ റുബിക്സ് ക്യൂബ് എന്ന് പറയാൻ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊരു 10 ദിവസം പട്ടിണിക്കിട്ടായാലും ആ വ്യക്തി നിങ്ങളെ കൊണ്ടിത് ക്യൂബ് ചെയ്യിപ്പിക്കും. ആ രീതിക്കുള്ള വ്യക്തിയാണ്. അതായത് ഒരു ദാക്ഷിണ്യമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നിങ്ങളുടെ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദാക്ഷിണ്യം കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. സ്നേഹവും കാര്യങ്ങളും എല്ലാം കാണും, പക്ഷേ നിങ്ങളുടെ ഇഷ്ടവും കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കത്തില്ല. പക്ഷേ നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ടാസ്ക് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ഇട്ട് തരും. ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി ആവാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ പല ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മാറുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങളുടെ പല ആൾക്കാർക്കും ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വ്യക്തിയുടെ സ്വഭാവം അവരങ്ങനെ മാറും. ആ വ്യക്തി അങ്ങനെ ആയിട്ട് ചേഞ്ച് ആവും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടി. കാരണം നിങ്ങളടുത്ത് ഓരോ ആൾക്കാരും ആ സമയത്ത് പെരുമാറിയ രീതി ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ അത് നിങ്ങൾക്കറിയാത്ത മൂലം ഈ വ്യക്തി വന്ന് നിങ്ങളുടെ ലൈഫിൽ അതിനെല്ലാം തരണം ചെയ്ത് മാറ്റിയെടുക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതാണ് പറഞ്ഞത്, ആ വ്യക്തിയുടെ അത്രയും ഇൻറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഈവൻ നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളൊരു യുദ്ധക്കളത്തിലോട്ട് ഇറക്കി വിടും. കുറേ ആൾക്കാർ വാളും പരിചയമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ മുന്നിലോട്ട് നിങ്ങളെ വെറുതെ ഇറക്കി വിടുകയാണ്. നിങ്ങളവിടെ എന്ത് ചെയ്യും? നിങ്ങളവിടെ സോൾവ് ചെയ്തിട്ട് ഇറങ്ങി വരണം. ആ സിറ്റുവേഷൻ സോൾവ് ചെയ്തിട്ട് ഇറങ്ങി വരണം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് മരിക്കണം എന്നുള്ളത് തന്നെയായിരിക്കും ആ വ്യക്തിയുടെ തീരുമാനം. മേ ബി അതായിരിക്കണം. കാരണം അത്രയും അത്രയും പവറുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റില്ലാത്ത പരിപാടിക്കൊന്നും കൊണ്ടിടത്തില്ല കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റും ഉള്ള പരിപാടിക്ക് ഈ വ്യക്തി വരുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. കുറേയധികം ആൾക്കാർക്ക് എൻ്റെ ലൈഫ് ഓൾമോസ്റ്റ് എന്തോ സംഭവത്തിലൂടെ കടന്നു പോകുന്ന സ്റ്റക്ക് സിറ്റുവേഷനാണ്, എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. എന്തൊക്കെയോ സംഭവങ്ങൾ വരാനിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പതറി കിട്ടും ആ സമയമാകുമ്പോഴത്തേക്കും. ഈ പറയുന്ന എല്ലാവർക്കും വരും കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്യൂച്ചർ സ്പൗസ് മാത്രമല്ല, ഇങ്ങനത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും. അത് എന്താ പറയുക, ജീവിത പങ്കാളി ആയിട്ടാണെങ്കിലും ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് ഇൻഫ്ലെയിം ചെയ്യണേറ്റാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരണം ഈ വ്യക്തികൾ. മനസ്സിലാവുന്നുണ്ടാ? ഒരു ലൈഫിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ആൾക്കാർ വരും. ഈ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം, നിങ്ങൾ കണ്ട ആൾക്കാരെ ആയിരിക്കില്ല പിന്നെ നിങ്ങൾ കാണുന്നത്. അതായത് നിങ്ങൾ മുന്നേ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ മുഖം മാറുന്ന നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. നിങ്ങളുടെ വ്യക്തിയുടെ ഫേസ് കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്മാരെ ഫേസ് കണ്ടുകൊണ്ടിരുന്നേക്ക് ആ സമയത്ത് മാറും. നിങ്ങൾ കറക്റ്റ് കൊണ്ടേ കാണിച്ചിട്ട് മുന്നേ കൊണ്ട് ഇട്ടിട്ട് കാണാൻ പറയും. നോക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഫേസ് മാറുന്നു, ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് മാറുന്നു, ഈഗോ, ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ വ്യക്തിയെ കാണിച്ചു തരും. നിങ്ങളുടെ ദേഷ്യം ഉണ്ടാകുന്ന വ്യക്തി, നിങ്ങളുടെ ജലസി ഉണ്ടാകുന്ന വ്യക്തികൾ, നിങ്ങളുടെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ നല്ല രീതിക്ക് നിന്നിട്ട് നിങ്ങളെ കുതികാല് വെട്ടിയ വ്യക്തികളെയൊക്കെ ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ വ്യക്തി ഒരു 4-5 ഡയമെൻഷനിൽ നിന്ന് കാണിച്ചു തരും. അങ്ങനെ കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് എന്താണ് എങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തി ഒരിക്കലും കളയാനും പറ്റില്ല. കാരണം ഒരു യുദ്ധകളത്തിലോട്ട് കൊണ്ടിടാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക് ബോണായിട്ട് നിൽക്കാൻ പറ്റുന്ന വ്യക്തിയാണിത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു എനർജിയിലോട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് നിന്ന് എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒതുങ്ങാൻ വേണ്ടി തുടങ്ങും. ഈവൻ ഫാമിലി റിലേറ്റീവ്സ് ആയാലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും. അപ്പം നിങ്ങളെ നിന്ന് പിടിച്ചെടുത്ത എനർജിയൊക്കെ നിങ്ങളിലോട്ട് തിരിച്ച് റിട്ടേൺ വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഓരോരുത്തരും നിങ്ങളെ ഇമോഷണലാക്കി, നിങ്ങളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി, നിങ്ങളെ പേടിപ്പെടുത്തി, നിങ്ങളെ എനർജി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വ്യക്തിക്ക് വലിയ കഴിവോ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഈ വ്യക്തി വലിയ രാജാവല്ല, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ല. പക്ഷേ
സംഭവം പണി അറിയാം, അല്ലെങ്കിൽ ഡിവൈൻ ആളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള വ്യക്തി തന്നെയാണ് ഇത് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ എത്ര ഉയരത്തിൽ, എത്ര ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് എല്ലാം ചേഞ്ച് ആവും, എല്ലാം മാറി, എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം സെറ്റിൽഡായിട്ട് തരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സിറ്റുവേഷൻ പിന്നെ നിങ്ങളെ ലൂപ്പിൽ പിടിച്ചിടാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് റെസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും. റെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ ലൈഫിൽ പവർഫുള്ളായിരിക്കും. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത, നിങ്ങൾ തന്നെ ചിന്തിക്കും എനിക്ക് തന്നെ ഇതെന്ത് മാറ്റമാണ് വന്നത്, അല്ലെങ്കിൽ ഞാനിതെങ്ങനെയാണ് മാറിയത് എന്ന് വരെ നിങ്ങൾക്ക് തോന്നുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ചേഞ്ച് ആവും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാമാവാൻ പറ്റും. നിങ്ങൾ ഇത്ര നാൾ വിചാരിച്ചിട്ടുണ്ട് എനിക്കിതൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതൊന്നും വരത്തില്ല, ഞാൻ അങ്ങനെ പോയി ഞാൻ നശിച്ച് എന്നൊക്കെ വിചാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇപ്പം മറ്റൊരാളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്താണല്ലോ, ഇപ്പം ഈ ഗുരു എന്ന് പറയുന്നത് വിദ്യ പറഞ്ഞു തരുന്ന സമയത്താണല്ലോ നമ്മളുടെ ഗുരു നമുക്ക് ഗുരു ആവുന്നത്. അപ്പം അയാൾ എവിടെ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന സാധനമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ അനുഭവങ്ങളായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കണം എന്നുള്ളത് ഡിവൈനായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ കാർമിക്ക് തീർത്ത് തരും. നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തി മൂലം മാറ്റിത്തരാൻ പറ്റും. നിങ്ങളെ ക്ലെൻസ് ആക്കാൻ പറ്റും. നിങ്ങളൊരു ക്ലിയർ ഹാർട്ടഡ് ആക്കിയിട്ട് നിങ്ങളെ മാറ്റാൻ പറ്റും. എല്ലാ സിറ്റുവേഷൻസിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത്. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ എന്താ പറയുക, ഡെസ്റ്റിനി നിങ്ങളുടെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ എനർജി ഏതാണ്, ഫെമിനിൻ എനർജി ആണോ മസ്കുലർ എനർജി ആണോ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇങ്ങനത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ചേഞ്ചസ് ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതലും ഡിസിഷൻ എടുക്കാൻ പറ്റും. പലർക്കും പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഈ സമയത്ത് ഇത് എന്താ പറയുക, ടൈമേ മാറുന്നുണ്ട്. നിങ്ങളുടെ സമയം, സിറ്റുവേഷൻസൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈമായിട്ട് മാറും ഈ വ്യക്തി വരുന്നത് മൂലം. എന്താ പറയുക, നിങ്ങൾക്ക് കാമാക്കി, നിങ്ങൾക്ക് ഫുൾഫിൽ വിഷസ് ആക്കി, പിന്നെ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി ഈ വ്യക്തി ലൈഫിലും എൻ്റെ കൂടെ വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങും. ഉണ്ടാവില്ലെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിവൈന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. ഭാവി ജീവിത പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയാം, നിങ്ങളുടെ ഒരു കൈത്തുമ്പത്ത് ഈ വ്യക്തി എപ്പോഴും കാണും, എപ്പോഴും ഉണ്ടാവും. ഇങ്ങനത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ കൈത്തുമ്പത്ത് എപ്പോഴും ഉണ്ടാവും. ബട്ട് അത് നോക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിലും ഒരുപാട് പേർക്ക് ഉണ്ടാകും കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി നിങ്ങളായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും, അല്ലെങ്കിൽ കറക്റ്റ് തന്നെയാണ് വരുന്നത്. ഈ സിറ്റുവേഷൻ തന്നെയാണ് കറക്റ്റ് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് പൈൽ സെയിം കാർഡ് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് വരുന്നത്. അപ്പം അടുത്തായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിംഗ് ആണ് വരുന്നത്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് സെക്കൻഡ് പൈൽ. ഓക്കെ, അപ്പം സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത വ്യക്തികളുടെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് തുറന്ന് കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അതായത് നിങ്ങളിപ്പം സെപ്പറേഷനിൽ നിൽക്കുന്നതായിരിക്കാം, ഡിവോഴ്സിൽ നിൽക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊരു വഴി കാണുന്നില്ല. അപ്പം നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി വരുന്നത് ഒരു ദൈവതുല്യനായിട്ടായിരിക്കണം വരുന്നത്.
ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളായിട്ട് വിളിച്ചു വരുത്തുന്ന വ്യക്തിയായത്. നിങ്ങളുടെ ഡെസ്റ്റിനി പ്രകാരം വരുന്നതാണെങ്കിൽ പോലും നിങ്ങളായിട്ട് വിളിച്ച് വരുത്തുന്ന വ്യക്തിയായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മാന്ത്രിക ശക്തി മൂലം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കുന്നത് മൂലം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ കാത്തിരുന്നൊരു വ്യക്തിയാണത്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് നിങ്ങളുടെ ലൈഫിൽ വന്നേ തീരും. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള വഴിയെല്ലാം വെട്ടിക്കൊടുത്തു. നിങ്ങളുടെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, നിങ്ങളുടെ ലൈഫിലൊരു സിറ്റുവേഷൻസ് ഉണ്ടായി, എല്ലാ ഡിസിഷൻ എടുത്ത് നിങ്ങൾ ഒരു വേലുണ്ടായി, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും. ഈ വ്യക്തിന് ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരെയോ കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ എന്തോ ഒരു എന്താ പറയുക, പല ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ളൊരു സീരിയസ്ലി അങ്ങനത്തെ ഉള്ള ജേണി ഉണ്ട്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻ, കാർമിക് കണക്ഷൻ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾ ആരെയും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫുൾഫിൽ ഉണ്ടാവുന്ന വരയ്ക്കും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഏതോ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നൊരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി വരും. പക്ഷേ ഇതിപ്പം നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഒളിഞ്ഞും മറഞ്ഞു നിന്ന് തന്നെയാണ്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി വന്നിട്ടില്ല എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങൾ മാരേജ് ചെയ്താലും സെപ്പറേറ്റഡ് ആയാലും ഏത് സിറ്റുവേഷനും പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി ഇതുവരെയും വന്നിട്ടില്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആരുണ്ട്, ഹസ്ബൻഡുണ്ട്, ആരുണ്ടെന്ന് പറഞ്ഞാലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഈ വ്യക്തി നിങ്ങളുടെ ഒരു പകുതിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പിരിച്വൽ ജേണിയിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ജേണിയിൽ ഒരുപാട് കാത്തിരിപ്പിന് എന്താ പറയുക, കാത്തിരിക്കുക തന്നെയാണ്. ഡിവൈനായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇതിരെ വിട്ട് തന്നിട്ടില്ല എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഡിവൈനായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇതിരെ വിട്ട് തന്നിട്ട്, പക്ഷേ നിങ്ങൾ ആ വ്യക്തിനെ സ്വീകരിക്കാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കുന്നൊരു സമയമാണെങ്കിൽ പോലും നിങ്ങൾ ഇതൊരു സ്പിരിച്വൽ ജേണിയാണ്. അതായത് നിങ്ങൾക്ക് സ്പിരിച്വലി ഒരുപാട് മാറ്റമുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയി, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ വന്ന് തകർന്ന് തായ്പ്പളമായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരാളെ നിങ്ങളുടെ ലൈഫിലോട്ട് ആളെ ഇട്ട് തരത്തുള്ളൂ, അല്ലെങ്കിൽ ഡിവൈൻ ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലോട്ട് ഇട്ട് തരത്തുള്ളൂ. ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ആ വ്യക്തികളാണ് നിങ്ങളൊന്ന് പഠിപ്പിക്കുന്നത്. സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നിങ്ങളാണ് ആ വ്യക്തിനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളത്. ഇവൻ എന്താ പറയുക, നിങ്ങൾക്കൊരു കുഞ്ഞു കുട്ടീനെ കൈ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കണം. അതായത് ഒരു ഏഞ്ചലിനെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു ഏഞ്ചലിനെ നിങ്ങളുടെ ലൈഫിലോട്ട് തരുന്ന സമയത്ത് നിങ്ങളുടെ വേ ക്ലിയറാണ്. നിങ്ങളുടെ വേയിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നെഗറ്റീവോ സിറ്റുവേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ആ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിവൈൻ പഠിപ്പിച്ചു തരും, ഒരുപാട് മാറ്റങ്ങളിലോട്ട് നിങ്ങളെ കൊണ്ടുവിടും, ഒരുപാട് സിറ്റുവേഷൻ. ഇത് നിങ്ങളെക്കാട്ടി ഏജ് കുറവായിരിക്കണം, നിങ്ങളുടെ അത്ര പോലും മെച്യൂരിറ്റി ഉണ്ടാകത്തില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ വ്യക്തിക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മേജർ, നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആൽഫ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ആ ഒരു സോൾ ഇങ്ങനെ കാത്തിരിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സിറ്റുവേഷൻസ്, ഒരുപാട് ഹാർഡ് വർക്കും ചെയ്ത് ആ വ്യക്തി ഇങ്ങനെ കാത്തിരിക്കണം ആ ഒരു വ്യക്തിക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പോട്ടിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ വ്യക്തിനെ വിടത്തില്ല. നിങ്ങൾക്ക് വിടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിടാൻ പറ്റാത്ത വിധം നിങ്ങൾ ആ വ്യക്തിയിൽ ആകൃഷ്ടനാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റ് ആവും എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റും. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങളും 2 റൂട്ടും 3 റൂട്ടൊക്കെ മാറിയിട്ട് ഒറ്റ വേ ആവും. നിങ്ങൾ ആ വേയിൽ നടന്ന് മാത്രം പോയാൽ മാത്രം മതി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ വേയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് എന്ന് പറയുന്നത് സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് സ്പിരിച്വൽ ജേണിയാണ്. വ്യക്തമായിട്ടുള്ള സ്പിരിച്വൽ ജേണിയുള്ള ആൾക്കാരാണ്, വ്യക്തമായിട്ടുള്ള അവേക്കനിങ് ആയി ലൈറ്റപ്പ് ആവാനുള്ള ആൾക്കാരാണ്. പാസ്റ്റ് ലൈഫ് കാർമിക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർത്തിട്ട് ഈ വ്യക്തിയുടെ അടുത്തോട്ട് നിങ്ങൾ പോകേണ്ടി വരും.
നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം തീർക്കാനുള്ളത്. അപ്പം ഇതെല്ലാം തീർത്തിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ചെന്ന് മീറ്റിംഗ് ചെയ്യുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങൾക്ക് ചാവി തരുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് തരുന്നത്. അതോടെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്, ഒരുപാട് കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഒരുപാട് വിജയം ഉണ്ടാവും, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങളായിട്ട് വ്യക്തിനെ ഒന്നും പഠിപ്പിച്ചു, അതായത് നിങ്ങളുടെ അനുഭവങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ വ്യക്തിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് അതൊന്നും വലിയ കാര്യങ്ങളുള്ള ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത നിങ്ങളിങ്ങനെ ആ വ്യക്തി ഇങ്ങനെ വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കും. ഭയങ്കരമായിട്ടുള്ള വാല്യൂ, നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും, ഭയങ്കര വാല്യൂ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് എന്താ പറയുക, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്ന ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അച്ഛൻ്റെ സ്നേഹമായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ വ്യക്തിക്ക് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിനെ ഒരിക്കലും പിരിഞ്ഞിരിക്കാനോ ഒരിക്കലും എടുത്തു കളയാനോ പറ്റാത്ത രീതിയിൽ കാരണം നിങ്ങളുടെ വേ ക്ലിയറാക്കി തരുന്നതും, നിങ്ങളുടെ വേ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി തരുന്നതും, നിങ്ങളുടെ പാത്ത് എന്താണെന്ന് ചൂസ് ചെയ്ത് തരുന്നവരുമായിട്ടുള്ള വ്യക്തിയാണ് ഈ വ്യക്തി. നിങ്ങളുടെ ഡെസ്റ്റിനുള്ള വ്യക്തിയായതുകൊണ്ട് നിങ്ങളുടെ കൂടെ നടന്നാൽ മാത്രം മതിയാവും. നിങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ തന്നെയായിരിക്കണം ഇതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്, നിങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടെത്തുന്നതും എല്ലാം ചെയ്യുന്നത്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വെറുതെ ഒരു ഡമ്മി പീസ് കണക്ക് വെറുതെ നിന്ന് തരത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെയായിരിക്കണം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ അല്ല. സെക്കൻഡ് പൈൽ ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് മാറ്റം എന്ന് പറയുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ് ഇവിടെ ആൽഫ. അതുകൊണ്ട് നിങ്ങളായിരിക്കണം ഇവിടെ ഭയങ്കര തൻ്റെ ഇടം, ഭയങ്കര ചങ്കൂറ്റം, ഒരുപാട് കാര്യങ്ങൾ. ഇൻട്രോവേർട്ടൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾ, ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാൻ അറിയാവുന്ന വ്യക്തികളായിരിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന മനസ്സ് നിങ്ങൾക്കാണ് തരുന്നത്. അപ്പം നിങ്ങളാണ് അവിടെ ആൽഫ ആയിട്ട് മാറുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ പവർ കിട്ടും. നിങ്ങളുടെ ഡിപ്പെൻഡഡ് ആവും ആ വ്യക്തി, നിങ്ങൾക്ക് ഡിപ്പെൻഡായി നിൽക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഡിവൈനായിട്ട് നിങ്ങൾ ഡിപ്പെൻഡഡ് ആകും. പക്ഷേ ഇവിടെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഒരുപാട് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അവിടെ മാറുന്നുണ്ട്, നിങ്ങളുടെ എനർജി അവിടെ മാറുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന ഫീലിങ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി മൂലം നിങ്ങൾക്ക് ഫിസിക്കൽ അട്രാക്ഷൻ, ഈ വ്യക്തി മൂലമുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഓരോന്നും നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ വാല്യൂ കൊടുക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ നിങ്ങൾ ദൈവതുല്യനായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും വാല്യൂ നിങ്ങൾ കൊടുക്കും. മറ്റുള്ളവർ ചിന്തിക്കും ഈ വ്യക്തിയിൽ എന്താണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയിൽ കാണുന്ന ഡിവൈൻ പവറായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഒരു ഏഞ്ചൽ തന്നെ ആയിരിക്കും ഈ ഒരു വ്യക്തി എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ വേ ക്ലിയർ ആക്കി തരുന്നുണ്ട്. നിങ്ങളെ ഒരു ഭാഗത്തു നിന്നും തള്ളിയിടാണ്ട് ക്ലിയറായിട്ടുള്ള ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളെ കണക്ട് ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരുപാട് രീതിക്ക് ആ വ്യക്തിയെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് രീതിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് രീതിക്ക് നിങ്ങളെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളെ ഗിഫ്റ്റഡ് ആയിട്ട് ഓരോ സംഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ വ്യക്തിയിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പർപ്പസ് എന്താണോ, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണോ, നിങ്ങളുടെ സോൾ കണക്ഷൻ അതൊക്കെ തീർത്തെത്തിയിട്ട് വേണം നിങ്ങൾക്ക് ആ വ്യക്തിയിലോട്ട് അടുക്കാൻ വേണ്ടി. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് എത്തുന്നത് ഇത് ഒരുപാട് പേർക്ക് ഒരുപാട് ഏജ്ഡ് ആവുന്ന സമയത്തായിരുന്നു വരുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടുമുട്ടുന്നത്, നിങ്ങൾ പരിചയപ്പെടുന്നതൊക്കെ ഒരുപാട് ഏജ്ഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ആ ഏജ്ഡ് ആയിക്കഴിഞ്ഞാൽ പോലും ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത സംഭവങ്ങളായിരിക്കണം. നിങ്ങൾ 60 വയസ്സ് 70 വയസ്സായി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ആ സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാത്തൊരു ഫീലിങ്സ് ആയിരിക്കും ഈ വ്യക്തി മൂലം കിട്ടുക. കാരണം നിങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടു കിട്ടണം. നിങ്ങളുടെ സോൾ അത് മനസ്സിലാകും. നിങ്ങളുടെ സോൾ അത് റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഈ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പോട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. ഡിവൈനായിട്ട് അവിടെ സിറ്റുവേഷൻസ് മാറ്റും, ടൈം മാറ്റും, സമയം മാറ്റും, എല്ലാം മാറ്റിയതിന് ശേഷം, പ്രകൃതി വരെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തിയെ തരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നാച്ചുറലിന് വരെ ഭയങ്കരമായിട്ട് ആ പ്രണയം അവിടെ പാസ്റ്റ് ലൈഫാണ്. കുറേയധികം ആൾക്കാർക്ക് പാസ്റ്റ് ലൈഫ്, ടിൻ ഫ്ലെയിം, സോൾമേറ്റ് കണക്ഷനൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതെനിക്ക് എനർജി കിട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പോയാണ്. ഇതിന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറയുന്ന ഒരു ചന്ദ്രനും ഇതൊക്കെയാണ്. പക്ഷേ സൂര്യൻ നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ ഉജ്ജ്വലിക്കുന്ന സൂര്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ വെളിച്ചം തരുന്ന സൂര്യൻ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ദൂരെ നിന്ന് കാണുന്ന അതല്ല, പവറല്ല അതിന്. ഭയങ്കര പവറും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നൊരു ശക്തി തന്നെയാണ്. പക്ഷേ ആ വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം. കാരണം നിങ്ങളുടെ കയ്യിലാണ് ആ വ്യക്തി ചാവി തരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ തീരുമാനിച്ചോണം. നിങ്ങളെന്താണോ അത് തന്നെയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും നിങ്ങൾ ആ വ്യക്തിയെ ഷെയർ ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ആ വ്യക്തിക്കും അങ്ങനെ സ്പിരിച്വൽ ജേണിയിലുള്ള വ്യക്തിയൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ ബേസിൽ, നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി എന്തോ ഒരു സാധനം കൊണ്ട് തരും. ആ സമയത്ത് നിങ്ങൾക്കെല്ലാം പ്രോപ്പർലി നിങ്ങൾക്കെല്ലാം കത്തും.
ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ വ്യക്തിനെ കുറിച്ചെല്ലാം മനസ്സിലാവും ആദ്യം. ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, ആ വ്യക്തി ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചരിത്രം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറേ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവും. പാസ്റ്റ് ലൈഫിലുള്ള കുറേ സ്ഥലങ്ങളിലോട്ട് നിങ്ങൾ കാണാൻ പോകേണ്ടി വരും. ദേജാവ് എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിരിക്കണം. സ്പിരിച്വൽ പരമായിട്ടുള്ള കണക്ഷൻസ് ഒരുപാട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും, ട്രാൻസ്ഫർമേഷൻ ആൻഡ് അവേക്കനിങ്സ് ഉണ്ടാവും. കാരണം എന്ന് പറയുന്നത് ഇത്രയും നാൾ നിങ്ങളുടെ ഏജ്ഡ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് നടന്നത് അതൊക്കെ മാറിയതിന് ശേഷം നിങ്ങളുടെ സിറ്റുവേഷൻ മാറുന്നുണ്ട്. എനിക്കിവിടെ കാണാൻ പറ്റുന്ന നല്ല ഏജ് കുറഞ്ഞ ഒരാളായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കാളും ഏജ് എന്തായാലും കുറവാണ്, അത് 100% നമ്മുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങളെക്കാളും ഏജ് കുറവാണ്. ഈ വ്യക്തി നിങ്ങളെ വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയായിട്ടൊന്നും ചെയ്യുന്നില്ല, നിങ്ങളായിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നതും. ഇത് നിങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തോന്നും, അത്ഭുതമായിട്ടുള്ള സിറ്റുവേഷൻ. എനിക്കും കാർഡ് വരുന്ന ഇൻറ്റ്യൂഷൻസും കാണും തോന്നുന്ന സമയത്ത് പിന്നെ നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി വരാൻ ചാൻസ് ഒന്നുമില്ല. ഇനി പിന്നെ ആരും അടുക്കത്തില്ല നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങളും ഈ വ്യക്തിയും മാത്രം അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡിവൈനായിട്ട് കൊണ്ട് തരുന്നതാണ്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇതുമായിട്ട് നിങ്ങളങ്ങ് പോകും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങ് പോകും. പിന്നെ ആരും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രശ്നമായിട്ട് സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് കുറവായിട്ടാണ് കാണാൻ പറ്റുന്നത്. സിറ്റുവേഷൻസും ഡാർക്ക് ആവാൻ ചാൻസ് കുറവാണ്. പ്രതിസന്ധികൾ ഒരുപാട് വരും, പക്ഷേ അത് നിങ്ങൾ തരണം ചെയ്ത് കാണിച്ചു കൊടുക്കണം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഡിവൈൻ പരമായിട്ട് ആ വ്യക്തി മൂലം നിങ്ങൾക്ക് കിട്ടേണ്ട എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തുള്ളൂ. ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ റിസീവ് ചെയ്ത് തരേണ്ട. ഡിവൈനാണ്, ആൾ ഡിവൈനാണ്. ഡിവൈൻ വഴി കൊണ്ട് തരേണ്ട. കാരണം ഒരു മാധ്യമമാണ്. കാരണം ആളുടെ മനസ്സ് മുഖേനയാണ് നിങ്ങൾക്ക് എന്തോ കാര്യങ്ങൾ യൂണിവേഴ്സിൽ നേടിയെടുക്കാൻ പറ്റുന്ന. നിങ്ങളുടെ മനസ്സൊക്കെ എവിടെ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, പക്ഷേ ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മാധ്യമം എന്നുള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ഒരു വ്യക്തി വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ആഘോഷം തന്നെയായിരിക്കും. എന്താ പറയുക, ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ, പ്രകൃതിയൊക്കെ ഭയങ്കരമായിട്ട് മാറാൻ തുടങ്ങും. ഒരു കോളിളക്കം സംഭവിച്ചിട്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾ പോയിക്കൊണ്ട് കരിയർ, റിലേഷൻഷിപ്പ് എല്ലാത്തിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങൾക്കൊരു അഡീഷണൽ 2 കൈക്കും 2 കാലിനും പുറമെ അഡീഷണൽ 2 ചിറക് തരുന്നൊരു സമയമായിരിക്കും ആ സമയം. പറക്കാനും കൂടെ പറ്റിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പറക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാണ്. ആ സിറ്റുവേഷനായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത്. ഞാനിത് ഇങ്ങനെ നിങ്ങളെ പൊക്കി പറയുന്നത് അല്ലെങ്കിൽ ഇത് ഡിമാൻഡഡ് ആയിട്ട് പറയുന്നതല്ല. കാർഡ് വെച്ചിട്ട് കാർഡിൽ കാണുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാർഡ് വെച്ചിട്ട് 13 മിനിറ്റ് സംസാരിക്കേണ്ട ആവശ്യം എനിക്കിവിടെ ഇല്ല. അപ്പം സ്പിരിച്വൽ ജേണി, എനർജിയാണ് എനിക്കിവിടെ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ആവും, അല്ലെങ്കിൽ ഇത് ഏതോ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതാണ്. ഇനി ഞാൻ നിങ്ങളുടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ല, അത് ഓക്കെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങൾ ഈ ഭൂമിയിലേ ഇല്ല. അങ്ങനെ ചില ആൾക്കാരായിട്ടും കാണാം. ചിലർ ആത്മാക്കളാണ്, ചിലർ എന്താ പറയുക സോളുകളാണ്, ചിലർ ഏഞ്ചൽസാണ്, ചിലർ മാലാഖമാരാണ്. അങ്ങനെയും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് സിറ്റുവേഷൻസ്. അതായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എനർജി പരമായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. നിങ്ങളുടെ ആ എനർജി കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് കയറി ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് സക്സസ് ആണ്. പിന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളുടെ ലൈഫിൽ എല്ലാം സക്സസ് ആകും. കരിയർ ആയാലും ഗ്രോത്ത് ആയാലും എല്ലാ ഗ്രോത്തും നിങ്ങൾക്ക് ഇങ്ങോട്ടെല്ലാം വരാൻ വേണ്ടി തുടങ്ങും. എല്ലാം നിങ്ങൾക്ക് ആ വേ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ തുടങ്ങും. എല്ലാ സിറ്റുവേഷനും 2-3 വേ ഒക്കെ മാറിയിട്ട് ഒരു വേ ആയിട്ട് മാത്രം മാറും. അതാണ് മനസ്സ് തരുന്നതിൻ്റെ ഒരു പ്രണയം, അല്ലെങ്കിൽ അത് ആ സിറ്റുവേഷനാണ്. അതെന്താണെന്ന് നിങ്ങൾ കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കുറേ ആൾക്കാരെ സംബന്ധിച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സോളാർ എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ആ എനർജി കിട്ടുന്നുണ്ട്. ഇൻറ്റ്യൂട്ടീവ് എനർജിയാണ്. ഇതൊരു ഡിവൈനാണ്. ഇതൊരു എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതെന്ന് പറയുന്നത് ഇത് സത്യം ഒരു ഡിവൈനാണ്. ഈ ഡിവൈൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിനെ കൊണ്ട് തരുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറയുന്നത്, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം എൻ്റെ ഡിവൈൻ എനിക്ക് കൊണ്ടുതരുന്ന രീതിക്ക് ആ ഡിവൈനാണ് ഇത്. അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ആ വ്യക്തിനെ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരാൻ ഉള്ള ശേഷി, അതുപോലെ കൊണ്ടുതരാനുള്ള എനർജി നിങ്ങളിലോട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്ന ഈ ഒരു ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സോളാർ എനർജിയാണ്. അതായത് ഒരുപാട് ഞാൻ പറഞ്ഞത് നേരത്തെ സൂര്യൻ എന്ന് പറഞ്ഞില്ലേ, എനർജിയാണ്. എനർജി ഒന്നും തീക്കട്ടയാണ് അല്ലെങ്കിൽ തീയാണ് വരുന്നത്. അതായത്
നിങ്ങൾ എത്ര ഡൗൺ ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് എനർജറ്റിക് ആവാൻ വേണ്ടി തുടങ്ങും. ഒരുപാട് ഒരു സോളിറ്റ്യൂഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ടും എനർജറ്റിക്കലി നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങും. ഈ വ്യക്തി മൂലം ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എനർജിനെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ വരെ ഈ വ്യക്തി മൂലം നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഈവൻ ടാറോ കാർഡ് റീഡിങ്, സ്പിരിച്വൽ എക്സ്പീരിയൻസ്, യോഗ, മെഡിറ്റേഷൻ, അതിനുപരി നിങ്ങൾ എന്താ പറയുക, ആർക്കും കിട്ടാത്ത ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ആരും കൈവയ്ക്കാത്ത മേഖലകൾ, അല്ലെങ്കിൽ എന്താ പറയുക, പ്രത്യേക രീതിക്കുള്ള ഫെയിമുകൾ, ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ടോട്ടലി അവേക്കനിങ് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് അവിടെ കിട്ടുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ അവിടെ അപ്ഗ്രേഡ് ആവുന്നത്. നിങ്ങൾക്ക് ഇതേപോലത്തുള്ള നിങ്ങൾ പല എനർജിയും നിങ്ങൾ മീറ്റ് ചെയ്താണ്. ലോ എനർജി മീറ്റ് ചെയ്താണ്, ഡൗൺ എനർജി മീറ്റ് ചെയ്താണ്, സൈക്കിക് എനർജി മീറ്റ് ചെയ്താണ്, ഫിസിക്കൽ എനർജി മീറ്റ് ചെയ്താണ്, അല്ലെന്നുണ്ടെങ്കിൽ മീഡിയത്തിലുള്ളൊരു എനർജി ചെയ്ത് കാണും. അല്ലെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ എന്താ പറയുക, ഹൈ ക്ലാസ് നല്ല കോടികൾ ഉണ്ടാക്കുന്ന പ്രീമിയം എനർജി നിങ്ങൾ ഫീൽ ചെയ്താണ്. പക്ഷേ സ്പിരിച്വൽ എനർജി ഫീൽ ചെയ്താണ്. പക്ഷേ ഒരു പ്രത്യേക തരത്തിലുള്ള എനർജി നിങ്ങളുടെ ലൈഫിൽ വരിക എന്ന് പറയുന്നത് അതിതുവരെ ഞാനും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ കാണിക്കുന്ന അതാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു മന്ത്രപടി, അല്ലെങ്കിൽ എന്തോ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക്, അല്ലെങ്കിൽ എന്തോ ഒരു ആയുധം, ഈ ഭൂമിയിൽ നിന്ന് എന്തോ ഒരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഈ ഒരു വ്യക്തി വരുന്ന മൂലം എന്തോ ഒരു സംഭവം നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അതൊരു സ്പിരിച്വൽ ജേണി പരമായിട്ട് വരുന്ന സിറ്റുവേഷൻ. സ്പിരിച്വാലിറ്റിയാണ്, പക്ക സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വൽ ജേണി തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. സെക്കൻഡ് പേര് ഞാൻ പറഞ്ഞില്ലേ, ചക്രാസുകളാണ് ഫുള്ള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്രാസുകൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, ഒരുപാട് തന്ത്രങ്ങളും ഒരുപാട് മന്ത്രങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണിയിൽ നിങ്ങളെ ഉയർത്തിയെടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. മാനസികപരമായി ഒരുപാട് രസക്കൂട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു നളപാചകൻ, ഒരുപാട് പാചകക്കാരന്മാരുണ്ടാവും, പക്ഷെ നളപാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രഹസ്യക്കൂട്ടാണ്. ആ ഒരു പാചകക്കാരന്, ആ ഒരാൾക്ക് മാത്രമേ എൻ്റെ രഹസ്യക്കൂട്ട് എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. ആളുടെ കൈപ്പുണ്യമാണ്. ആൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണോ, ആളുടെ ശിഷ്യനാവുന്ന ആർക്കാണോ അവർക്ക് മാത്രമേ അതിനുള്ള ഉപയോഗവും കാര്യങ്ങളെല്ലാം ഉണ്ടാകത്തുള്ളൂ. അതുപരമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ വ്യക്തി വരുന്ന മൂലം നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ആണിത്. അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റുന്ന കുറേയധികം കാര്യങ്ങളാണത്. പക്ഷേ നിങ്ങൾക്ക് മാനസികപരമായിട്ടും എന്താ പറയുക, നിങ്ങൾ പഠിക്കും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളെ വെച്ച് ചില കാര്യങ്ങൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താ പറയുക, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവുന്നുണ്ട് ലൈഫിൽ. നിങ്ങൾ എന്താ പറയുക, എന്തൊരു കാര്യങ്ങൾ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന മൂലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരാമേ. ഈ വ്യക്തിയുടെ വരുന്നൊരു സിറ്റുവേഷൻ വെച്ചും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന പറയുമ്പോഴത്തേക്കും, നിൽക്കുന്ന പൊസിഷൻ മാറും, കരിയർ മാറും, ഫിനാൻസ് മാറും, നിങ്ങളുടെ ഫോക്കസ് മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ പറഞ്ഞയക്കും. എന്നിട്ട് ഈ വ്യക്തിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സംഭവം കിട്ടി എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. എന്തോ ഒരു ഫുൾഫിൽഡ് വിഷസ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ മുഖത്ത് പേടി മാറും, കോൺഫിഡൻസ് വരും, ചിരി വരാൻ വേണ്ടി തുടങ്ങും, ചൈതന്യം വരാൻ വേണ്ടി തുടങ്ങും, നിങ്ങളുടെ കണ്ണുകൾ മാറാൻ വേണ്ടി തുടങ്ങും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫിസിക്ക് ഫുള്ള് മാറാൻ വേണ്ടി തുടങ്ങും. ഈ വ്യക്തിക്ക് വേണ്ടി ഈ വ്യക്തി ആഗ്രഹിക്കുന്ന പോലത്തുള്ളൊരു ഫിസിക്കായിട്ട് നിങ്ങൾ മാറാൻ വേണ്ടി തുടങ്ങും. എല്ലാത്തിനും ഒരു ഊർജ്ജം വരാൻ വേണ്ടി തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ. എത്ര ഊർജ്ജം, ആ ഊർജ്ജം എത്ര നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാലും പിന്നെയും റിട്ടേൺ നിങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നൊരു ഊർജ്ജം നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകൾ, അതീന്ദ്രിയമായിട്ടുള്ള പവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. കണ്ണുകൾക്ക് ഭയങ്കരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കൂടാൻ വേണ്ടി തുടങ്ങും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് എന്താ പറയുക, എന്താ പറയുക,
യുവത്വം നിങ്ങൾക്ക് കൂടാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ഗ്ലോ ആവാൻ വേണ്ടി തുടങ്ങും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് തന്നെയാണ് യുവത്വം കൂടാൻ വേണ്ടി തുടങ്ങും. എനർജറ്റിക്കലി നിങ്ങൾ ഭയങ്കരമായിട്ടും ഗ്ലോ ആവാൻ വേണ്ടി തുടങ്ങും. ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് ആവാൻ വേണ്ടി തുടങ്ങും. ഡ്രസ്സിങ് രീതി നിങ്ങൾ മാറ്റാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ചെറിയ എനർജി ആയിരിക്കും. പിന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ചെറിയ എനർജിയാണ്, എല്ലാം ചെറിയ ലൂപ്പാണ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് ശേഷം കൂടുതൽ മാറുന്നത് നിങ്ങളുടെ ഫിസിക്കാണ്, നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ. ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഫിസിക്ക് എങ്ങനെ മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിക്ക് ഈ വ്യക്തി നിങ്ങളുടെ ഫിസിക്ക് മാറ്റും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ശരീരം മൊത്തം ഈ വ്യക്തി മാറ്റിയെടുക്കും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഫിസിക്കെല്ലാം മാറിയതിനു ശേഷം നിങ്ങൾ വേറൊരാളായിട്ട് ട്രാൻസ്ഫോം ആവും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ മേ ബി പല രീതിക്ക് പല സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഡ്രസ്സിങ് രീതി, ഇതെല്ലാം മാറിയതിനു ശേഷം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാറും. ഈ വ്യക്തിയിൽ ഒരാളായിട്ട് നിങ്ങൾ മാറും. കാരണം ആ വ്യക്തിയുടെ മനസ്സായിരിക്കും നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് പിന്നെ ചെറിയ എനർജി ആയിരിക്കും, ലോ എനർജി ആയിരിക്കും. നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് മാറി കിട്ടും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, പയ്യെ നിങ്ങളെ മാറ്റിയെടുക്കും. നിങ്ങൾക്ക് പയ്യെ നിങ്ങളൊരു കിരീട അവകാശിയാക്കി മാറ്റും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് മാറാൻ വേണ്ടി തുടങ്ങും. ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ വരെ നിങ്ങളെ ഭയങ്കരമായിട്ടും റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കാലം മാറ്റാം. നിങ്ങൾ രണ്ടുപേരും ചേരുന്ന സമയത്ത് കാലചക്രം വരെ മാറും. നിങ്ങളുടെ ആ സമയം, അല്ലെങ്കിൽ നിങ്ങൾ ആ നാട്ടിലുള്ള ആൾക്കാരെ നിങ്ങളെ കാണുന്ന രീതി, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് മാറാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ആരൊക്കെയാണോ എന്തിലൊക്കെയാണോ കുറ്റം പറഞ്ഞത് ആ സിറ്റുവേഷൻസ് എല്ലാം മാറ്റിത്തരും ആ വ്യക്തി വന്നിട്ട്. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിട്ടാണ് ഫ്യൂച്ചർ സ്പൗസിനെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിപ്പതി കണക്ഷൻസ് ഉണ്ടാവും. വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യം ഉണ്ടാവും. എനിക്കെന്താണ് വേണ്ടത്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള, അതായത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു മൈൻഡ് കണക്ഷൻ തരാൻ പറ്റും. നിങ്ങൾക്കൊരു എനർജി ട്രാൻസ്ഫർ ചെയ്ത് ആ വ്യക്തിക്ക് തരാൻ പറ്റും. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയിൽ മാത്രം നിങ്ങൾ അഡിക്റ്റായി, ഈ വ്യക്തിയിൽ മാത്രം നിങ്ങൾ എല്ലാം കൊടുക്കും. ഈ വ്യക്തിക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ജീവൻ വരെ കൊടുക്കുന്നത്. പക്ഷേ വേറൊരു വ്യക്തി എത്ര ഇനി പൊസിഷനിലിരിക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തും കൊടുക്കാൻ തയ്യാറാവും. നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി അടിയറ വയ്ക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം ഇഷ്ടം, അത്രത്തോളം പ്രണയം, അത്രത്തോളം എന്താ പറയുക, ആ സാധനം എന്താ പറയുക, ആ മനസ്സ് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി തരുന്ന സമയത്ത് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, അല്ലെങ്കിൽ ആ സാധനം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്. അതിന് പുറമെ വേറൊന്നും വെക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എത്ര ലൈഫിൽ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, ഇനി ആര് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് പുറമെ നിങ്ങളുടെ ലൈഫിൽ ആരെന്ത് വെച്ച് കഴിഞ്ഞാലും അതിന് തുല്യമാവത്തില്ല. ഇനി പണമോ പ്രശസ്തിയോ എന്ത് വെച്ച് കഴിഞ്ഞാലും ഒന്നും ആവത്തില്ല. ആ ഒരു സാധനം തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു സമയം, അതാണ് ആ വ്യക്തി എന്നിവിടെ കാണിക്കുന്നത്. അതാണ് ഞാൻ ഫോക്കസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു ദീർഘവീക്ഷണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം കുറേ ദേജാവ് എക്സ്പീരിയൻസും കുറേ ലൈഫ് സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എന്താ പറയുക, നിങ്ങളെ കൈ നടത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ വ്യക്തി ചെയ്യുന്നത്. നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളെ വീഴാണ്ട് പിടിക്കും. ആ വ്യക്തി നടക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ വീഴാണ്ട് പിടിക്കും എന്നുള്ളതാണ് ആ വ്യക്തി ചെയ്യുന്നത്. നിങ്ങളൊന്ന് വീഴുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളൊന്ന് പിടിക്കും, എഴുന്നേൽപ്പിക്കത്തില്ല, പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻ. അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ ചേഞ്ച് ആക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പുറം രാജ്യത്തോട്ട്, യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പുറം രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളെ ഓർമ്മകൾ നിങ്ങൾ മേക്ക് ചെയ്യും. ഒരുപാട് ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യും. ആ ആൾക്കാർ വഴി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്താ പറയുക, അങ്ങ് പോവും. അങ്ങനെ ഒരു ഭയങ്കര സെറ്റപ്പാണിത്. ഭയങ്കര സെറ്റപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. സെക്കൻഡ് ബൈലും വൻ അടിപൊളിയാണ്. എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് മൂലം നിങ്ങൾ ഒരുപാട് ഈഗോ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ കാണും. ഈ ഒരുപാട് പൊസസീവ്നെസ്സും ഈഗോയും നിങ്ങളുടെ ലൈഫിൽ വരും. കാരണം ഇത്രയും നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്. എന്താ പറയുക, ഒരു സോൾ ഫാമിലി നിങ്ങളുടെ കയ്യിൽ രൂപപ്പെടും. ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് ഈ വ്യക്തിനെ മാത്രമായിരിക്കത്തില്ല കിട്ടുന്നത്, ഒരു ഫാമിലി കിട്ടും, ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് കിട്ടും, ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ആ വ്യക്തി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ആ വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ വ്യക്തി നിങ്ങൾക്ക് രഹസ്യമായിട്ടൊന്നും വയ്ക്കത്തില്ല. ആ വ്യക്തി
എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ആ വ്യക്തി. ഇനി എന്ത് ആ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയും. എന്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിലും ആ വ്യക്തി അതെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്നു പറയും. രഹസ്യമായിട്ടൊന്നുമില്ല, ആ വ്യക്തി എല്ലാം നിങ്ങളെ തുറന്നു കാണിക്കും. അത് തന്നെയാണ് ആ വ്യക്തിയിലും ആ വ്യക്തിയുടെ ഫാമിലിയിലുണ്ടായ കാര്യങ്ങളും ആ വ്യക്തിയുടെ കൂട്ടുകാരന്മാരിലുണ്ടായ കാര്യങ്ങളായാലും ആ വ്യക്തിയിലുണ്ടായിരുന്ന കള്ളത്തരങ്ങളായാലും ആ വ്യക്തിയിലുണ്ടായ സത്യസന്ധമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും ഇതൊക്കെ നിങ്ങളെ തുറന്ന് കാണിക്കുക. അതായത് ആ വ്യക്തിക്ക് പ്യൂറായിട്ടുള്ള മനസ്സാണ്. അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ കയ്യിൽ ആ വ്യക്തിയുടെ മനസ്സിരിക്കുന്നതിൽ ആ വ്യക്തി തരുന്ന സമയത്ത് ടെൻഡൻസി ഉണ്ടാവും നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള. ആ വ്യക്തി തന്നെയാണ് നിങ്ങളെന്നുള്ള തോന്നൽ ആണ്. അപ്പം ടിൻ ഫ്ലെയിം ജേണി ആണ്. ഒരുപാട് പേർക്ക് ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതാണെങ്കിൽ ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉള്ളൂ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ, മാരേജ് ആണോ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഡെസ്റ്റിനി പ്രകാരം വിധി പ്രകാരം നിങ്ങൾ ആഗ്രഹിച്ച പോലെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം ക്യാരക്ടർ പറഞ്ഞില്ലേ, ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഫുൾ ചക്രാസ് ആണ് കേട്ടോ. ഞാൻ എടുക്കുന്ന കാർഡ് മൊത്തം ചക്രാസ് ആണ് കാണിക്കുന്നത്. ചക്രാസ് എന്ന് പറയുന്നത് എന്താ പറയുക, ത്രോട്ട് ചക്ര കാണിക്കുന്നുണ്ട്, ക്രൗൺ ചക്ര കാണിക്കുന്നുണ്ട്, അവേക്കനിങ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങളത് ഭയങ്കര ട്രൂത്ത് ആയിരിക്കും ഈ വ്യക്തി. ഈ വ്യക്തി അല്ലാതെ വേറൊരു വ്യക്തിയുണ്ട്. അതായത് ഈ വ്യക്തി അത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, എന്താണ് സിറ്റുവേഷൻ ഏതാണ് സിറ്റുവേഷൻസ് എന്ന്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് ആ വ്യക്തിനെ കുറിച്ചുള്ള എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ കാര്യവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം മനസ്സിലാവും എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാം ഓപ്പൺ അപ്പ് ആവും. അതായത് ട്രൂത്ത് എന്താണ്, സത്യം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വ്യക്തിക്ക് പുറമെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു സോൾ അല്ലെങ്കിൽ ആവേഗനിങ് ആയിട്ടുള്ള സോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഡിവൈൻ പവർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അത് വെച്ച് ഒരുപാട് യൂസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊരു രാജകുമാരിനെ പോലെ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി വരുന്നത്. നിങ്ങൾ തന്നെയാണ് അവിടുത്തെ കിങ്, നിങ്ങൾ തന്നെയാണ് അവിടുത്തെ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരിയായിട്ട്, നിങ്ങൾ തന്നെ അവിടുത്തെ പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം പാസ്റ്റാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് തീർക്കാൻ പറ്റത്തില്ല സെക്കൻഡ് ബൈയിൽ, കാരണം സ്പിരിച്വലാലിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഒരു പുതിയൊരു ഡോർ, സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പുതിയൊരു ജേണി നിങ്ങളുടെ ലൈഫിലുണ്ടാകും. പുതിയൊരു ലൈഫ് സ്റ്റൈൽ, പുതിയൊരു സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള. അപ്പോൾ സെക്കൻഡ് ബിൽ ചൂസ് ചെയ്ത ആൾക്കാർക്കും ഫസ്റ്റ് ബിൽ ചൂസ് ചെയ്ത ആൾക്കാർക്കും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി, ബൈ.